ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പുരുഷന്മാരിൽ വളരെ ഭീതി ഉളവാക്കുന്ന ഒരു അസുഖമാണ് ഹെമറ്റോസ്പെർമിയ. അതായത് ശുക്ലം വരുമ്പോൾ രക്തം കാണുക. വളരെയധികം ഭയപ്പാടോടാണ് പലരും ഒ പിയിൽ വന്ന് കാണാറ്. അത് കൂടുതൽ ചെറുപ്പക്കാരിൽ, അഡോളസെൻ്റ് പ്യൂബർട്ടൽ ഏജിൽ കൂടുതൽ കാണാറുണ്ട്. മധ്യവയസ്കരും പ്രായം ചെന്നവരിലും ഉണ്ടാവാറുണ്ട്. ഭയപ്പാട് എന്താ വെച്ചാൽ, രക്തം കാണുമ്പോൾ, ശുക്ലത്തിൽ കാണുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് ക്യാൻസറാണോ. വെപ്രാളപ്പെട്ടിട്ടാണ് അവർ ഒ പിയിൽ വന്ന് കാണുന്നത്. ഭയപ്പെടേണ്ട. 90% ഓഫ് ദ കേസസ് ശുക്ലത്തിൽ ഇങ്ങനെ രക്തം കാണുമ്പോൾ അത് സെൽഫ് ലിമിറ്റിങ്ങോ അതോ വളരെ ചെറിയ അസുഖങ്ങളായിരിക്കും. എന്തൊക്കെയാണ് സാധാരണ കാരണങ്ങൾ കാണുന്നത് വെച്ചാൽ, ഇൻഫെക്ഷൻ അതാണ് പ്രധാന കാരണം കാണുന്നത്. അത് പ്രോസ്റ്റേറ്റ് ആവാം, സെമിനൽ വെസിക്കിൾ ആവാം, ടെസ്റ്റിസ്, അങ്ങനെ ഈ ഭാഗങ്ങളിൽ ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളിലൂടെ ആ ട്യൂബിലൂടെയുള്ള ഇൻഫെക്ഷൻസിന് ആണ് പ്രധാനമായിട്ട് കാണുന്ന ഒരു കാരണം. അത് ഒരു ആൻറ്റിബയോട്ടിക്കിലൂടെ നമുക്കത് സുഖപ്പെടുത്താം. രണ്ടാമത്തെ കാരണം ഉണ്ടാവുന്നത് സെൽഫ് ലിമിറ്റിംഗ് തന്നെ ആയിരിക്കും. അത് 1-2 പ്രാവശ്യം അങ്ങനെ കാണും, പിന്നെ ഓട്ടോമാറ്റിക്കായി നിന്ന് പോകും. ഇന്നത്തെ ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, അതായത് BP നിയന്ത്രണത്തിന് അതീതമായി നിൽക്കുക, ചികിത്സ പ്രത്യേകിച്ച് പ്രഷറിന് ചെയ്യാതിരിക്കുക. അതിന് കൂടെ പ്രമേഹം അങ്ങനത്തെ അസുഖങ്ങളും വരുമ്പോൾ ഇൻഫെക്ഷൻ വരികയും ചെറിയ ചെറിയ രക്തക്കോളുകൾ പൊട്ടുകയും നമുക്ക് ശുക്ലത്തിൽ രക്തം കാണാം. മറ്റുള്ള അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞ ശേഷം, മറ്റുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കാറുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറോ അതോ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മൂത്രസഞ്ചി ലൈറ്റ് അടിച്ച് നോക്കാറുണ്ട് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരിൽ. ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ചില ആളുകൾക്ക് കുറച്ച് ദിവസത്തേൽ ശുക്ലത്തിൽ രക്തം കാണാറുണ്ട്. ബ്ലഡ് തിന്നസ്, ഇന്ന് ഒത്തിരി അസുഖങ്ങൾ, കാർഡിയാക് പ്രോബ്ലം, ന്യൂറോളജി പ്രോബ്ലം, ബ്ലഡ് തിന്നസ്, അതായത് എക്കോസ്പ്രിൻ, ക്ലോപ്രോഗ്രൽ, ബ്രിലിൻഡ, വാർഫാറിൻ തുടങ്ങിയ ഒത്തിരി മെഡിസിൻസ് ഉണ്ട് രക്തം നേർമയാക്കുന്നത്. വളരെ അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ മരുന്നുകളാണത്. ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് വല്ല ഇൻഫെക്ഷൻസോ വല്ല പ്രോബ്ലമോ ഈ അവയവങ്ങൾ വരികയാണെങ്കിൽ രക്തസ്രാവം ഉണ്ടാവാം. അപ്പം കാരണം എന്താണെന്ന് നമ്മൾ ഹിസ്റ്ററിയിലും പരിശോധനയും ക്ലിനിക്കൽ എക്സാമിനും ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് ശുക്ലപരിശോധന, മൂത്രപരിശോധന, അൾട്രാസൗണ്ട്, പിന്നെ മലദ്വാരത്തിൽ കടത്തി നോക്കുന്ന അൾട്രാസൗണ്ട്, ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ട്, ചില കേസിൽ നമുക്ക് MRI സ്കാനും കൂടി ചെയ്യേണ്ടി വരും. കാരണം നമുക്കിതെല്ലാം ബിനൈൻ കോസ് ആണെങ്കിലും ചില പുരുഷന്മാരിൽ അത് ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അല്ലെങ്കിൽ അതിനെ സംബന്ധിപ്പിച്ച മൂത്രസഞ്ചിയിലെ ക്യാൻസർ, ഇതൊക്കെ ഈ രീതിയിലായിരിക്കും പ്രസൻറ്റേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഏർലിയസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അടുത്തുള്ള യൂറോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഹെമറ്റോസ്പെർമിയ. താങ്ക് യു.